ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് മത്തങ്ങയൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല സ്വീറ്റ് ബണ്ണിൻ്റെ റെസിപ്പിയാണ്. ഈ ഒരു ബണ്ണ് നമ്മൾ ആവിയിൽ വേവിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ ഇതിനാവശ്യമായിട്ടുള്ള നമുക്ക് മത്തങ്ങയാണ്. അപ്പോൾ നല്ല പഴുത്ത മത്തങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക കേട്ടോ. ഞാനിവിടെ 1 കപ്പ് മത്തങ്ങ വേവിച്ചതാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ഉപ്പൊന്നും ഇടാണ്ട് നല്ല പോലെ ഒന്ന് വേവിച്ചിട്ടെടുക്കുക. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കാം. മുഴുവനായിട്ടൊന്നും ഉടക്കേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാം കൂടെ ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു കപ്പ് പാലാണ്. പാല് ചെറുതാക്കി ഒന്ന് ചൂടാക്കി എടുക്കുക. തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇനി ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. അതുപോലെ ഒരു 2 ഏലക്കയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം. ഇത് നമുക്ക് ആ ബൗളിലേക്ക് തന്നെ തിരിച്ചൊഴിക്കുക. ബൗൾ കഴുകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മൈദയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു 3 കപ്പ് മൈദ നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. നമുക്ക് സാധാരണ 1 കപ്പ് പാലക്ക് 2.5 കപ്പ് മൈദയാണ് ആവശ്യം ഉണ്ടാവാറുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിതിലൊരു മത്തങ്ങയും കൂടെ അരച്ചത് കാരണം തന്നെ ഒരു 1/2 കപ്പിൻ്റെ പൊടിയുടെ ആവശ്യം കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ 3 കപ്പ് തന്നെ എടുക്കുക നിങ്ങൾ. ഇനി കുഴച്ചിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് മാവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേശ്ശായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുഴച്ചിട്ട് സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നേക്കാളും കുറച്ച് ലൂസായിട്ട് വേണം കുഴച്ചെടുക്കാൻ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഈ ഓയിലിന് പകരം നിങ്ങൾക്ക് ബട്ടറോ നെയ്യോ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഇതുപോലെ നല്ല കുഴച്ച് സോഫ്റ്റാക്കി എടുക്കുക. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് പൊങ്ങാനായിട്ട് മാറ്റി വെക്കുക. ഒരു 2 മണിക്കൂറൊന്ന് വെച്ചാൽ തന്നെ നല്ല പോലെ തന്നെ പൊങ്ങി കിട്ടും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പൊങ്ങിയതിന് ശേഷം മാത്രം നിങ്ങൾ തുറന്നിട്ട് മാവ് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 മണിക്കൂർ വെച്ചപ്പോഴേക്ക് നന്നായിട്ട് തന്നെ പൊങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പോൾ നല്ല ചൂടാണ്, അത് കാരണം തന്നെ വളരെ പെട്ടെന്ന് തന്നെ പൊങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് മുറിച്ചിട്ട് വലിയ ഉരുളായിട്ട് തന്നെ ഒന്ന് മുറിച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ ഒന്ന് പരത്തിയെടുക്കാം. ഒരുപാട് കനം കുറച്ചിട്ട് പരത്തിയെടുക്കരുത് കേട്ടോ. കുറച്ച് കനത്തോടു കൂടി പരത്തിയെടുത്താൽ മതി. ഏലക്ക നിങ്ങൾ പൊടിയായിട്ട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കിടക്കൂല കേട്ടോ. അങ്ങനെ വേണമെങ്കിലും ചേർക്കാം. ഇനി നമുക്കൊരു ടിന്നിൻ്റെ അടപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാത്രം എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം. ഏത് വലുപ്പത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം കേട്ടോ. ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നും മുറിച്ചതിന് ശേഷം ബാലൻസ് വരുന്ന മാവ് നമ്മൾ വീണ്ടും കുഴച്ചിട്ട് ഇതുപോലെ തന്നെ പരത്തിയെടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ അതിൽ ചെറിയ സോസറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഓരോന്നും എടുത്തിട്ട് ഇതുപോലെ കുറച്ച് പൊടി ഇട്ടിട്ടൊന്ന് ഇതുപോലെ ഓരോന്നായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 4 വെച്ചിട്ടാണ് ഒന്ന് ചുരുട്ടിയെടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് 3 വെച്ചിട്ട് വേണമെങ്കിലും ചുരുട്ടിയെടുക്കാം. കൂടുതൽ ലെയറുകൾ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് വെച്ചിട്ട് ചുരുട്ടിയെടുത്താൽ മതി. എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് ചുരുട്ടിയെടുക്കുക. ചുരുട്ടിയതിന് ശേഷം നമുക്ക് ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ കിട്ടും. അതിൻ്റെ ആ ഒരു നടുഭാഗം നമുക്കൊന്ന് മുറിച്ചെടുക്കുക. അപ്പോൾ 2 ആയിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ബണ്ണ് ഉണ്ടാക്കിയെടുക്കുക. കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രം ഇതുപോലെ ചെയ്യുകയാണ്. സാധാരണ ഉരുട്ടിയിട്ട് നിങ്ങൾ സ്റ്റീം ചെയ്തെടുക്കുകയാണെങ്കിൽ ബണ്ണ് റെഡിയാവും. അപ്പോൾ ഇനി നമുക്കൊരു ഇഡ്ഡലി തട്ട് എടുത്തിട്ട് അതിൽ കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. ഓയിലോ നെയ്യോ നിങ്ങൾക്ക് തേച്ച് കൊടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബണ്ണ് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇഡ്ഡലി തട്ട് അധികം കുഴിയില്ലാത്ത തട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ അടുപ്പിച്ച് വെക്കരുത് കേട്ടോ. അപ്പോൾ അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബണ്ണ് പൊങ്ങി വരുന്ന സമയത്ത് ബണ്ണിൻ്റെ ആ ഒരു ഷേപ്പൊക്കെ മുഴുവനായിട്ട് തന്നെ മാറും. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് ഗ്യാപ്പിന് വേണ്ടിയിട്ട് ഒരു അലുമിനിയം ഫോയിലിൻ്റെ ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ നെക്സ്റ്റ് വെക്കുന്ന തട്ട് അങ്ങോട്ട് താഴേക്ക് ഒരുപാട് പോകില്ല കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചതിന് ശേഷം വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഗ്യാപ്പ് കിട്ടും. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പാലൊന്ന് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പാലോ മുട്ടയോ നിങ്ങൾക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു കാണാനൊരു ഭംഗി ഉണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിതിൻ്റെ മുകളിലായിട്ട് കരിഞ്ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. നിർബന്ധമൊന്നുമില്ല, നിങ്ങളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇത് കഴിക്കുന്ന സമയത്ത് കടിക്കുമ്പോഴും ടേസ്റ്റാണ്, അതുപോലെ കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെ മുകളിലും കുറച്ച് പാലൊന്ന് തേച്ച് കൊടുത്തിട്ട് ഇതുപോലെ കരിഞ്ജീരകം ഒന്ന് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കരിഞ്ജീരകമോ എള്ളോ നിങ്ങൾക്ക് ഇതിന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ ഒരു തട്ടത്തിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ അത്രയും ഒരു ഗ്യാപ്പ് നമുക്ക് കിട്ടും കേട്ടോ. നമ്മൾ ആ ഫോയിൽ പേപ്പർ വെച്ചത് കാരണം തന്നെ. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് വരുമ്പോൾ അതങ്ങോട്ട്
പ്രസ്സായിട്ട് അതിൻ്റെ ആ ഒരു ഷേപ്പൊക്കെ കണ്ട് മാറിപ്പോവും. ഇനി നമുക്കിത് കുക്കറിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ആവി കയറ്റി വേവിച്ചെടുക്കാം. ഒരു 25 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിതുപോലെ റെഡിയായി കിട്ടും. സ്റ്റീമർ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സ്റ്റീംഡ് ബണ്ണ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഓവനോ അല്ലെങ്കിൽ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്ന പോലെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ ആവിയിൽ വേവിച്ചെടുത്താൽ മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബണ്ണാണിത്. അപ്പോൾ മത്തങ്ങയൊക്കെ എപ്പോഴും വീട്ടിലുണ്ടാകും. ഇനി മൈദ കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആട്ടപ്പൊടിയിൽ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല ഈസിയും ടേസ്റ്റിയും ഒക്കെ ആയിട്ടുള്ള റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.